നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം തുടരുന്നു. മുതയിൽ തേരിക്കടയിലെ വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർന്നു. 8 പവന്റെ ആഭരണങ്ങളും 10,000 രൂപയും നഷ്ടമായി. അഞ്ചലിലെ ഹോട്ടലിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 20 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. ഹോട്ടലുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി പുനലൂർ നഗരസഭാ പ്രദേശത്ത് നീർത്തട പദ്ധതിക്ക് അനുമതി. അംഗീകാരം ലഭിച്ചത് 5 കോടി രൂപയുടെ പദ്ധതിയെന്ന് നഗരസഭ. അഞ്ചലിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ്. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 160 പാക്കറ്റ് പാൻ മസാല പിടികൂടി. കടയുടമ അറസ്റ്റിൽ. പാൻ മസാല പിടിച്ചത് ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ. വാർത്തകൾ വിശദമായി. കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മോഷണം തുടരുന്നു. മുതയിൽ തേരിക്കടയിലെ വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർന്നു. 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയും നഷ്ടമായി. മുതയിൽ തേരിക്കടയിലെ 2 വീടുകളിലാണ് മോഷണം നടന്നത്. തേരിക്കട തടത്തിൽ വീട്ടിൽ തുളസീധരന്റെ മകളുടെയും കൊച്ചുമകളുടെയും 8 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. മൊബൈൽ ഫോണും 5,000 രൂപയും കവർന്നു. താലിമാലയും അരഞ്ഞാണവും മോഷ്ടിക്കപ്പെട്ടതിൽ ഉൾപ്പെടും. അടുക്കള വശത്തെ ഓടിളക്കിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. സമീപത്തെ തടത്തരികത്ത് വീട്ടിൽ അബ്ദുൽ ഗഫാറിന്റെ വീട്ടിലും മോഷണം നടന്നു. ഇവിടെ നിന്നും 5,000-ഓളം രൂപ നഷ്ടമായിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. തുളസീധരന്റെ വീട്ടിൽ നിന്നും മണം പിടിച്ചോടിയ നായ അയൽവാസി അബ്ദുൽ ഗഫാറിന്റെ വീട്ടിലേക്കും തുടർന്ന് സമീപത്തെ റോഡിലും നിലയുറപ്പിച്ചു. കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാവ് വാഹനത്തിൽ രക്ഷപ്പെട്ടതായാണ് നിഗമനം. 1-ൽ കൂടുതൽ പേർക്ക് മോഷണത്തിൽ പങ്കുള്ളതായും സംശയിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കടയ്ക്കൽ സിഐ എസ് എം റിയാസ്, SI S ബിനോജ്, ഗ്രേഡ് SI V ഉണ്ണികൃഷ്ണൻ, ASI-മാരായ S സതീശൻ, രാജീവ്, C രാമചന്ദ്രൻ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഹോട്ടലിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 20 കുപ്പി വിദേശ മദ്യവുമായി ഹോട്ടലുടമയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തഴവേൽ സ്വദേശി സുഷി എന്ന ആളാണ് പിടിയിലായത്. 20 കുപ്പി വിദേശ മദ്യവുമായാണ് അഞ്ചൽ പോലീസ് ഹോട്ടലുടമയെ അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ തഴമേൽ ചരിവിളപ്പുത്തൻ വീട്ടിൽ സുഷി എന്നയാളാണ് പിടിയിലായത്. സുഷിയുടെ അഞ്ചലിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ഹോട്ടലിലാണ് അഞ്ചൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ 20 കുപ്പി വിദേശ മദ്യം അനധികൃതമായി സൂക്ഷിച്ചിരുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിദേശ മദ്യം പിടികൂടിയത്. അഞ്ചൽ ബിവറേജിൽ അനധികൃതമായി മദ്യം വാങ്ങി വിൽപ്പന നടത്തി വന്ന ഒരു സുശീൽ കുമാർ എന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് 22 കുപ്പി മദ്യം 7 ലിറ്ററോളം വരുന്ന 22 കുപ്പി മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ കടയ്ക്ക് പുറകിലായിട്ട് ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിട്ട് ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് പരിശോധന തുടരുന്നു. അഞ്ചലിലെ സ്ഥാപനത്തിൽ നിന്നും 160 പാക്കറ്റ് പാൻ മസാല പിടികൂടി. കടയുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ 160 പാക്കറ്റുകൾ അഞ്ചൽ പോലീസ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിലായിരുന്നു റെയ്ഡ്. റെയ്ഡിൽ പാൻ മസാലകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആറോ ജംഗ്ഷനിലെ സാബു സ്റ്റോഴ്സ് ഉടമ സാബുവിനെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മിഠായി സൂക്ഷിക്കുന്ന ഭരണികളിൽ വിൽപ്പനയ്ക്കായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിലയിലാണ് പാൻ മസാലകൾ കണ്ടെത്തിയത്. ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളുടെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതെന്ന് അഞ്ചൽ SI CK മനോജ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ സ്കൂൾ പരിസരങ്ങളിൽ പുകയില വിൽപ്പന വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ കൊല്ലം അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് 2 കടകളിൽ റെയ്ഡ് നടത്തി പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തുള്ളതും കേസെടുത്തുള്ളതാണ്. അതുകൂടാതെ അലയമൺ സ്കൂളിന് സമീപത്തു നിന്നും അഗസ്ത്യക്കോട് സ്കൂളിൻ്റെ സമീപത്തു നിന്നും പിടിച്ചെടുത്ത കേസുകൾ എടുത്തിട്ടുണ്ട്. ഇനിയും സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംസ്ഥാനത്ത് ആദ്യമായി പുനലൂർ നഗരസഭാ പ്രദേശത്ത് നീർത്തട പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. 5 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചതെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് നഗരസഭാ പ്രദേശത്തെ നീർത്തട പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നത്. 5,04,15,000 രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചത്. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ്, ഉപാധ്യക്ഷൻ S ബിജു എന്നിവർ പുനലൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭാ പ്രദേശത്ത് നീർത്തട പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി പുനലൂരിൽ നടപ്പിലാക്കുന്നത്. ഏകദേശം
5,04,15,000 രൂപയാണ് നീർത്തട പദ്ധതിയിൽ 3 വാട്ടർ ഷെഡുകളിലായി അനുവദിക്കപ്പെടുന്നത്. വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് ഒരു നീർത്തടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഭൂപ്രദേശം മുഴുവൻ ചേരുന്നതാണ്. അതിനെ നീർമറി എന്നാണ് പറയുക. അങ്ങനെ 3 വാട്ടർ ഷെഡുകളാണ് തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് വട്ടമൺ വാട്ടർ ഷെഡ്, 2 കലയനാട് വാട്ടർ ഷെഡ്, 3 മുക്കടവ് വാട്ടർ ഷെഡ്. ഈ 3 വാട്ടർ ഷെഡിലും കരവാളൂർ, വിളക്കുടി, തെന്മല, തുറവന്തൂർ പഞ്ചായത്തുകളുടെ ഏതാനും ചെറിയ പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. പുനലൂർ നഗരസഭയിലെ അഷ്ടമംഗലം, പരവട്ടം, മണിയാർ, കേളങ്കാവ്, തൊളിക്കോട് ഭാഗികം ഒഴികെ ബാക്കി 31 വാർഡുകൾ ഈ വിവിധ വാട്ടർ ഷെഡുകളിലായി ഉൾക്കൊള്ളുന്നുണ്ട്. പ്രധാനമായി തോടുകൾ, ജലാശയങ്ങൾ, കാവുകൾ എല്ലാം സംരക്ഷിക്കുക, വൃക്ഷത്തൈകൾ നടുക, തടയണകൾ നിർമ്മിക്കുക, ബണ്ടുകൾ നിർമ്മിക്കുക എന്നൊക്കെയുള്ളതാണ് പ്രധാനമായി ഈ പ്രോജക്റ്റിലുള്ളത്. നീർത്തട പദ്ധതിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി പുനലൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ജൂൺ 6 വൈകിട്ട് തെരുവ് നാടകങ്ങൾ സംഘടിപ്പിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിസ്തൃതമായ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് അറക്കൽ പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഭൂവിസ്തൃതിയിലും ജനപ്പെരുപ്പത്തിലും ഇടമുളയ്ക്കൽ പഞ്ചായത്ത് മുൻപന്തിയിലാണ്. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 22 വാർഡുകളാണുള്ളത്. ജനസംഖ്യ 50,000-നും പുറത്തു കിടക്കും. വരുമാനത്തിന്റെ കാര്യത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനത്തുള്ള സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തുകളിലൊന്നാണ് ഇടമുളയ്ക്കൽ. എന്നാൽ കൂടുതൽ വിസ്തൃതിയുള്ളതുകൊണ്ട് പഞ്ചായത്തിന്റെ മുഴുവൻ മേഖലകളിലും വികസനം ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് അറക്കൽ പഞ്ചായത്തും ഇടമുളയ്ക്കൽ പഞ്ചായത്തും രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. പഞ്ചായത്ത് വിഭജനത്തിന് വേണ്ടുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് സ്വീകരിക്കണമെന്ന് അറക്കൽ ഗ്രാമപഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കണമെന്നും CPM അറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. അനിൽകുമാർ ആവശ്യപ്പെട്ടു. ഈ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പുതിയ പഞ്ചായത്ത് വിഭജിക്കുന്നത് എന്തുകൊണ്ടും അഭിലഷണീയം ആയിരിക്കും. അറക്കൽ വില്ലേജ് ഭൂമിശാസ്ത്രപരമായി അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ഗവൺമെന്റിന്റെയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പഞ്ചായത്ത് വിഭജിച്ച് പ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള റിപ്പോർട്ടുകൾ. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് വിഭജനം യാഥാർത്ഥ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 99 ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,90,000 രൂപയ്ക്ക് അറക്കൽ വില്ലേജിൽ റവന്യൂ പുറമ്പോക്ക് വസ്തു വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഈ വസ്തുവിൽ കെട്ടിടങ്ങളും അനുബന്ധ ഉപകരണ സൌകര്യങ്ങളും ലഭ്യമാണ്. ഈ സാഹചര്യത്തിൽ അറക്കൽ പഞ്ചായത്ത് യാഥാർത്ഥ്യമാകാൻ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അക്ഷരലോകത്തേക്ക് പിച്ചവെച്ച കുരുന്നുകൾക്ക് സ്കൂളുകളിൽ വൻ വരവേൽപ്പ്. കിഴക്കൻ മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലായി 10,000-കണക്കിന് കുരുന്നുകളാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. കുളത്തൂപ്പുഴ ട്രൈബൽ LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ക്ഷമയോടുകൂടിയും സഹനത്തോടുകൂടിയും വലിയ അറിവോടും കൂടി പഠിപ്പിച്ചെടുക്കേണ്ട ഒരു പ്രായമാണ് ഈ കാലഘട്ടം. നിരവധിയായ സംശയങ്ങൾ, കൗതുകമാർന്ന സംശയങ്ങൾ, ഒരുപക്ഷെ അധ്യാപകർക്കും അച്ഛനമ്മമാർക്കും ഉത്തരം മുട്ടിയേക്കാവുന്ന ചോദ്യങ്ങൾ, അതൊക്കെ ഈ കുഞ്ഞു മനസ്സിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ഓരോ സംശയമാണ് നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും അവസാനമായി അതിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കാനോ പ്രേരണയായത് എന്നുള്ളത് വലിയൊരു ചരിത്ര സത്യമാണ്. സ്കൂൾ PTA പ്രസിഡന്റ് സതീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സാബു എബ്രഹാം, ഊരുമൂപ്പൻ സോമൻ കാണി എന്നിവർ ചേർന്ന് നവാഗതരെ സ്വാഗതം ചെയ്തു.
ചടങ്ങിൽ BRC ട്രെയിനർമാരായ അനി ജോയ്, സുജ എന്നിവർ പ്രസംഗിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ മധുരം വിതരണം ചെയ്താണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പ്രയത്നിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലെത്തൂവെന്ന് സഞ്ജയ് ഖാൻ പറഞ്ഞു. ഈ പ്രവേശനോത്സവങ്ങളുടെയൊക്കെ മുഖ്യ ലക്ഷ്യം പുതുതായി ഒരു പുത്തൻ കലാലയത്തിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥിനികളെ ആ സ്കൂളിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായി മാറുന്ന ഈ ഒരു വിദ്യാഭ്യാസ സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, അതിനെയൊക്കെ എങ്ങനെ ധീരമായി ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വർത്തമാനം നമ്മൾ തമ്മിൽ നടത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം. വാർഡ് മെമ്പർ റീന സജീവ് അധ്യക്ഷയായിരുന്നു. പ്രഥമാധ്യാപകന്റെ ചുമതലയുള്ള അധ്യാപകൻ റഹീം, PTA പ്രസിഡന്റ് S ബാഹുലയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അക്ഷരലോകത്തേക്കുള്ള ചുവടുവയ്പിന് മധുരമുള്ള ഓർമ്മകളുമായി അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറായി നിന്നു. ആദ്യ മണിനാഥം മുഴങ്ങിയപ്പോൾ കിഴക്കൻ മേഖലയിലെ വിദ്യാലയങ്ങളിൽ പഠനം ആരംഭിച്ചത് 10,000-ലേറെ കുട്ടികളാണ്. മധ്യവേനലവധി അവസാനിച്ചതിലുള്ള പരിഭവം ചിലരുടെ മുഖത്ത് പ്രകടമായിരുന്നു. പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഒരു വിഭാഗം. കണ്ണീരുമായി അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി പേടിയോടെ ക്ലാസ് മുറികളിൽ എത്തുന്ന കാഴ്ചകൾ അന്യമായിരുന്നു. പ്രവേശനോത്സവ ദിവസം രാവിലെ മുതൽ ചാറ്റൽ മഴ പെയ്തിറങ്ങിയെങ്കിലും പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളെയും കുട്ടികളുടെ ആവേശത്തെയും ഇത് ബാധിച്ചില്ല. പത്തനാപുരം മൌണ്ട് താബോർ സ്കൂളിലെ നവാഗതരെ മധുരം നൽകിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. പുതുവൽ കുറുമ്പകര വിദ്യാമന്ദിർ UP സ്കൂളിൽ നാടൻ കലാരൂപങ്ങളടങ്ങിയ പരിപാടികൾ പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. ചെണ്ടകൊട്ടിയും തെയ്യമാടിയും നാടൻ പാട്ടുകളും വായ്ത്താരികളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നപ്പോൾ കാഴ്ചക്കാർക്കും നവ്യ അനുഭവമായി. നെടുമ്പാറ TCNM ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ വായനാശീലം വളർത്തിയെടുക്കണമെന്നും ലഹരിക്ക് അടിമപ്പെടാതെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് ഷാജി V സാബു അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി P രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ അധ്യാപകൻ N സജീവ് സന്ദേശം അറിയിച്ചു. SSLC പരീക്ഷയിൽ 100 മേനി വിജയം നേടിയ സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ചടങ്ങിൽ സ്കൂൾ അധികൃതർക്ക് കൈമാറി. മുൻ പ്രഥമാധ്യാപകൻ K രാജശേഖരൻ നായർക്കുള്ള PTA സ്നേഹോപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു. SSLC പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ മുൻ ഹെഡ്മാസ്റ്റർ K രാജശേഖരൻ നായർ ഫലകം നൽകി അനുമോദിച്ചു. വാർഡ് മെമ്പർ ബിജു ഗോപാലകൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ K നാഗരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. സമപ്രായക്കാർ കളിച്ചും ചിരിച്ചും സ്കൂളുകളിലെത്തുമ്പോൾ ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട 3 പെൺകുരുന്നുകൾക്ക് പഠനം സ്വപ്നം മാത്രമാണ്. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. പുത്തനുടുപ്പും പുസ്തകങ്ങളുമായി സമപ്രായക്കാർ സ്കൂളിലേക്ക് പോകുന്നത് വിദൂരതയിൽ നിന്ന് നോക്കി കണ്ണീരോടെ നിൽക്കുകയാണ് 3 പെൺകുഞ്ഞുങ്ങൾ. ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ അറയ്ക്കൽ ഇടയം ഹൌസിംഗ് കോളനിയിലെ താമസക്കാരായ വിസ്മയ, വിദ്യ, ദിവ്യ എന്നീ 3 കുരുന്നുകൾക്കാണ് സൌജന്യ പഠനം സ്വപ്നമാകുന്നത്. അച്ഛന്റെ ആത്മഹത്യയും അമ്മയുടെ മാനസിക രോഗവും അവശയായ മുത്തശ്ശിയുടെ സംരക്ഷണയിലാക്കിയ ഈ മൂവർ സംഘത്തിന് സ്കൂളിൽ പോകണമെങ്കിൽ കനിവുള്ളവരുടെ സഹായം അത്യാവശ്യമാണ്. 2 വർഷം മുൻപ് 1ാം ക്ലാസ്സിൽ ചേർന്ന വിസ്മയ ഒരാഴ്ചയോളം പഠിച്ചു. എന്നാൽ പിന്നീട് പഠനം മുടങ്ങി. വിസ്മയയുടെ സഹപാഠികൾ ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ്. വിദ്യയുടെ സമപ്രായക്കാർ 2ാം ക്ലാസ്സിലേക്ക് കടന്നു. മുത്തശ്ശി മണി വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛ വരുമാനമാണ് കുടുംബത്തിന്റെ ഏകാശ്രയം. അമ്മ ബിജിയുടെ ചികിത്സയ്ക്കും മറ്റും മാർഗമില്ലാത്ത അവസ്ഥ. ഭർത്താവിന്റെ ആത്മഹത്യ നേരിൽ കണ്ടതോടെയാണ് ബിജിയുടെ മനോനില തെറ്റിയതെന്ന് അമ്മ മണി പറയുന്നു. മനോദൌർബല്യമുള്ള അമ്മയും പ്രായാധിക്യത്താൽ അവശയായ മുത്തശ്ശിയും നിത്യച്ചെലവിന് പോലും വകയില്ലാത്ത ദുരവസ്ഥ നേരിടുമ്പോൾ 3 പെൺകുരുന്നുകളുടെ സ്കൂളിലേക്കുള്ള യാത്ര നിറമുള്ള സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ലെങ്കിലും പൊട്ടിയ സ്ലേറ്റിൽ വിസ്മയ സഹോദരിമാരെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്നെങ്കിലും ഒരിക്കൽ പൂവണിയുമെന്ന വിശ്വാസത്തിൽ. ഭർത്താവുമായിട്ട് വഴക്കും അക്രമമെല്ലാം ആയപ്പോൾ ഭയന്ന് കയറി ഇങ്ങനെ ജീവിക്കാൻ കയറി കിടക്കാടാവില്ലാതാണ് ഇവിടെ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് 6 മാസം ഇവിടെ ഇല്ലായിരുന്നു. വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇവൻ വീണ്ടും വന്ന് അക്രമവും വഴക്കും പൊക്കാറും വഴക്കായി അക്രമമായി ഇവിടെ കയറി ഉച്ചയ്ക്ക് അങ്ങനെ ഈ പെണ്ണിനെ ദേഹോത്തരങ്ങൾ ചെയ്ത് ഭയന്നു. ഇങ്ങനെ പിന്നെ ഭർത്താവിനെ വേണ്ട എന്നുള്ള ഒരു ഭാഗമാണ് പെണ്ണിന് ഭയം. ഭർത്താവിനെ അങ്ങനെ ഒരു ദുഃഖപ്പാടിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2 തള്ളമാരുണ്ട്. അവർ ഒന്നിനും ചെയ്താക്കാൻ പറ്റില്ല. പെൺകുട്ടിയുടെ തള്ളക്ക് വലിയ ചെവി കുറച്ച് സംസാരിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. പിന്നെ ഈ വലിയ അള്ളയും
ആറുമാർ രണ്ടും കൂടെ പോയി കമ്പനിയിലോ എവിടെയെങ്കിലും പോയി കൊണ്ടുവന്നാണ് ഈ കുഞ്ഞുങ്ങളെ 3 എണ്ണത്തിന് തള്ളി നോക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിളക്കുടി സ്നേഹതീരത്തിലെ അന്തേവാസികൾക്കായി നൃത്തസന്ധ്യ സംഘടിപ്പിച്ചു. കുന്നിക്കോട് വിഭജിക സ്കൂൾ ഓഫ് ഡാൻസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കൊല്ലം ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 7-ന് സ്നേഹതീരത്തിൽ നടന്ന ചടങ്ങ് കൊല്ലം ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം കാണുന്നത് വളരെയധികം സന്തോഷമായി. ഒത്തിരി നന്നായിട്ടുള്ളൊരു ബാൻഡിൻ്റെ നല്ല ആ സിറ്റുവേഷനിൽ തന്നെ നല്ല ഒരു ടീമും അതുപോലെ തന്നെ പ്രസന്റേഷനും അതിനുവേണ്ടി സ്നേഹത്തിൻ്റെ ഈ എഫോർട്ടിന് വേണ്ടി എൻ്റെ ഭാഗത്തുള്ള അഭിനന്ദനങ്ങൾ. പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലൻ ചെറായിൽ, ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, ഫാദർ വർഗീസ്, കുന്നിക്കോട് ഷാജഹാൻ, PC കുഞ്ഞപ്പി, K തങ്കച്ചൻ, P സുഷ, കോട്ടാത്തല ശ്രീകുമാർ, PG ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുന്നിക്കോട് വിഭജിക സ്കൂൾ ഓഫ് ഡാൻസിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര പെരുങ്കുളം സർക്കാർ ഹൈസ്കൂളിന്റെ നവതി ആഘോഷങ്ങൾ ബുധനാഴ്ച തുടങ്ങും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് P ഐഷാപൂറ്റി MLA ചടങ്ങിൽ അധ്യക്ഷയാകും. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകൾ ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP വിതരണം ചെയ്യും. ഡൽഹിയിൽ കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അരുൺകുമാറിനെ ചടങ്ങിൽ അനുമോദിക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹനാണ് വിദ്യാർത്ഥിയെ അനുമോദിക്കുക. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. PTA പ്രസിഡന്റ് S സുബൈർ മുസ്ലിയാർ, പ്രഥമാധ്യാപിക PK സുബ്ബലക്ഷ്മി അമ്മാൾ, അധ്യാപകനായ B പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. പഠനത്തിന് ഉപരി കുട്ടികളുടെ എല്ലാ വിഷയങ്ങളുമായും അവിടുത്തെ PTAയും അധ്യാപകരും ബന്ധപ്പെടുകയും അവരുടെ മറ്റ് പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ 4-5 കുട്ടികൾക്ക് ചികിത്സാ സഹായം, മറ്റ് ധനസഹായങ്ങളൊക്കെ, അപ്പോൾ എല്ലാ രൂപത്തിലും എല്ലാ മേഖലകളിലും നമ്മൾ ഈ കുട്ടികളുമായിട്ട് വളരെ ബന്ധവും അങ്ങനെ അവിടുത്തെ അധ്യാപകരും രക്ഷകർത്താക്കളുടെയൊക്കെ ഭാഗമായി വളരെ നല്ല രൂപത്തിലാണ് സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. 50-ൽ മുകളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് ഗ്രേസ് മാർക്ക് ഒന്നുമില്ലാതെ തന്നെ 100% വിജയം നേടിയ സ്കൂളാണ് നമ്മുടെ സ്കൂള്. സർക്കാരിൽ നിന്നും കുറെ കൂടി മാന്യമായ രൂപത്തിലുള്ള പരിഗണന ഉണ്ടാവണം. +2 നമുക്ക് അനുവദിക്കുക തന്നെ വേണം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തെന്മല തേവർകുന്നുവാതിലെ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷികാഘോഷവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് തേവർകുന്ന് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ തൊഴിലുറപ്പടക്കമുള്ള നിരവധി പദ്ധതികളിൽ കുടുംബശ്രീ അംഗങ്ങൾ നൽകിയ പങ്ക് വലുതാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ വാർഡ് മെമ്പറും തെന്മല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VM സലീം അധ്യക്ഷനായി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വാർഡിലെ SSLC പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് C സഞ്ജയ് ഖാൻ അവാർഡുകൾ വിതരണം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം താഹിറ ഷെരീഫ്, CDS ചെയർപേഴ്സൺ ലതാ മോഹൻ, ADS ഭാരവാഹികൾ അമ്മിണി ജോൺ, ഉഷ സുരേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. SSLC വിദ്യാർത്ഥിനികളായ നുഫ നസീർ, ജുബി P ജോൺ, ആയിഷ അൻസാരി, ആര്യ സുരേന്ദ്രൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, തെന്മല. കേരള കോൺഗ്രസ് M കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി തടിക്കാട് ഗോപാലകൃഷ്ണന്റെ 60ാം ജന്മദിനം ആഘോഷിച്ചു. പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും ചേർന്ന് തെന്മല IBയിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തെന്മല ഡാം IBയിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സാമൂഹിക രംഗത്തുള്ളവരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. കിഴക്കൻ മേഖലയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിന്റെ ജന്മദിനാഘോഷം വിപുലമായി നടത്തുന്നതെന്ന് വിവിധ നേതാക്കൾ പറഞ്ഞു. ചടങ്ങിൽ KLDC ചെയർമാൻ ബെന്നി കക്കാട്, RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ D ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ശശിധരൻ, മാമ്പഴത്തറ സലീം, കേരള കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരായ അറക്കൽ ഗോപാലകൃഷ്ണൻ, ബാബു ഉമ്മൻ, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, RSP നേതാവ് M നാസർ ഖാൻ, ഇടമൺ ഇസ്മായിൽ, CPI നേതാവ് L ഗോപിനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ജനതാ ജംഗ്ഷനിൽ ബട്ടർഫ്ലൈ എന്ന പേരിൽ ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം തുടരുന്നു. മുതയിൽ തേരിക്കടയിലെ വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർന്നു. 8 പവന്റെ ആഭരണങ്ങളും 10,000 രൂപയും നഷ്ടമായി. അഞ്ചലിലെ ഹോട്ടലിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 20 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. ഹോട്ടലുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി പുനലൂർ നഗരസഭാ പ്രദേശത്ത് നീർത്തട പദ്ധതിക്ക് അനുമതി. അംഗീകാരം ലഭിച്ചത് 5 കോടി രൂപയുടെ പദ്ധതിയെന്ന് നഗരസഭ. അഞ്ചലിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ്. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 160 പാക്കറ്റ് പാൻ മസാല പിടികൂടി. കടയുടമ അറസ്റ്റിൽ. പാൻ മസാല പിടിച്ചത് ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.